ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡാറ്റ മാനേജ്മെൻറ്റ് വെയർഹൗസിൻ്റെ അകത്ത് പറയാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു ഓവറോൾ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ മോഡൽസ് വരുന്നത്, പിന്നെ ക്ലാസിഫിക്കേഷൻ എന്താണ്, പ്രിഡിക്ഷൻ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, പിന്നെ ഇഷ്യൂസ് റിഗാർഡിങ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രിഡിക്ഷൻ എന്തൊക്കെയാണ് അതിൻ്റെ ഇഷ്യൂസ്. അടുത്ത് വരുന്ന ഡിസിഷൻ ട്രീ ആണ്. ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ഡിസിഷൻ ട്രീ ബേസ്ഡ് ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഡിസിഷൻ ട്രീ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് ID3 പഠിക്കാനുണ്ട്, C4.5 ഉണ്ട്, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നേവ് ബയസ് ക്ലാസിഫയർ. ഇതാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇത് ഈ ക്ലാസിഫിക്കേഷൻ മോഡൽസും അതിൻ്റെ ഇൻട്രൊഡക്ഷനും ഈ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ മോഡൽസ് ഉള്ളതെന്നും കാര്യങ്ങളും പറയുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഉള്ളതിൽ, അതായത് ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട് പേജ് നമ്പർ 285 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ലാസിഫിക്കേഷൻ, വാട്ട് ഈസ് പ്രഡിക്ഷൻ കാര്യങ്ങൾ. പിന്നെ പ്രിപ്പയറിംഗ് ഡാറ്റ, അതായത് ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ്റെ അകത്ത് രണ്ട് കേസുകളാണ്. പ്രിപ്പയറിംഗ് ഡാറ്റ ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷനും പിന്നെ കമ്പയറിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ മോഡൽസും. അങ്ങനെ ആ രണ്ട് മോഡൽ കാര്യങ്ങളാണ് പറയുന്നത് മറ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത്. പിന്നെ അതിനുശേഷം വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ. അതാണ് ട്രീ പ്രൂണിങ്, ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ്, പിന്നെ ഉള്ള സ്കെയിലബിലിറ്റി ആൻഡ് ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം. പിന്നെ അടുത്ത് വരുന്നതാണ് ബേസിങ് ക്ലാസിഫയർ. ബേസിങ് ക്ലാസിഫയറിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുണ്ട്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റേ ടെക്സ്റ്റ് ബുക്ക് എടുക്കുവാണെങ്കിലും അതിൻ്റെ അകത്തും ഈ ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്, ഇഷ്യൂസ് ഇൻ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് അൽഗോരിതംസ് ഉണ്ട്, അതിൽ റിഗ്രഷനും ബേസിങ് ക്ലാസിഫയറും ഇത്രയാണുള്ളൂ. പിന്നെ ഡിസിഷൻ ട്രീ ബേസ്ഡ് അൽഗോരിതത്തിൻ്റെ അകത്ത് ID3 C4.5. അതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ഡിസിഷൻ ട്രീ ബേസ്ഡ് അൽഗോരിതത്തിൻ്റെ ID3യും C4.5 ഈ കാര്യങ്ങളെല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിലാണ് നോക്കി പഠിക്കുന്നത്. മറ്റേ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്താണ് സാധാരണ ക്ലാസിഫിക്കേഷൻ എന്താണ്, പിന്നെ ഡിസിഷൻ ട്രീയുടെ അകത്ത് എന്താണ് ഇൻഡക്ഷൻ കാര്യങ്ങൾ, അങ്ങനെ ട്രീ പ്രൂണിങ്. അത് ID3യും C4.5ൻ്റെയും ആ ഒരു ഡിഫറൻസും അതിൻ്റെ ഇതും കിട്ടുന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് പിൻ പോയിൻ്റ് ആയിട്ട് അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണത് ക്ലാസ്സിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളെന്നുള്ളത്. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ഇതിട്ട് നോക്കുക. അപ്പോൾ രണ്ടുകൂടി കമ്പൈൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ആദ്യമേ ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? എന്താ ക്ലാസിഫിക്കേഷൻ തന്നെ? നമ്മളിപ്പോൾ ക്ലാസിഫൈ ദി സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദെയർ ഹൈറ്റ്. അവിടെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് ബേസ് ചെയ്താണ് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡാറ്റാബേസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡാറ്റാബേസിൻ്റെ അകത്ത് ഡാറ്റ മൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡാറ്റാബേസിനുള്ള ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് ഇവിടെ മെയിനായിട്ടും പറയുന്നത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഡാറ്റാബേസിൻ്റെ അകത്തുള്ള ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ടോ, ഈ ആട്രിബ്യൂട്ട്സിൻ്റെ ഒരേ ഡിഫറെൻറ്റ് യുണീക്ക് ഫീച്ചർ ഓർ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ, ഇതിനെ ബേസ് ചെയ്തിട്ടേ നമുക്കിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ഡാറ്റേനെ തരംതിരിക്കുക എന്നാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലാസിഫിക്കേഷൻ എന്താണോ പ്രഡിക്ഷൻ എന്താണ് വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുക ബേസ്ഡ് ഓൺ ദി കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഗിവൻ കണ്ടീഷൻ. അങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഒരു ഡാറ്റേനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്ത് സിസ്റ്റം തന്നെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ആ സിസ്റ്റത്തിനെ പഠിപ്പിച്ചിരിക്കണം. അതായത് ലേണിംഗ് ഓർ ട്രെയിനിങ് എന്ന് പറയും. സോ ട്രെയിനിങ് ഡാറ്റ കൊടുത്തിട്ട് ഒരു ഡാറ്റ ബേസിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഡാറ്റ സെറ്റിനെ വെച്ച് ഒരു ട്രെയിനിങ് ഡാറ്റ സെറ്റ് കൊടുത്ത് അതിനെ കറസ്പോണ്ടിങ് ആ നെറ്റ്വർക്കിനെയോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആ സിസ്റ്റത്തിനെയോ അൽഗോരിതത്തിനെയോ ട്രെയിൻ ചെയ്ത് അത് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേ ഒരു ട്രെയിനിങ് ഓർ ലേണിംഗ് ഫിനിഷ് ആവുള്ളൂ. അതിനുശേഷമേ നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ട്രെയിനിങ് ഓൺലി വി ക്യാൻ ഗെറ്റ് ദി ക്ലാസിഫിക്കേഷൻ റൂൾസ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റേനെ അനലൈസ് ചെയ്ത് what will be the next data or what will be the next output with regard to this kind of input. So അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്,
ഇൻപുട്ടും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും. സോ വി ആർ ഫൈൻഡിങ് ഔട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് ദി ഔട്ട്പുട്ട് ആൻഡ് ദെയർ എക്സിസ്റ്റ് സം എന്നാ പറയുന്നത്, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. ഇതാണ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നതാണ് റിഗ്രഷൻ എന്ന് നമ്മൾ പഠിച്ചത്, ലീനിയർ നോൺ ലീനിയർ റിഗ്രഷൻ. സോ അങ്ങനെ ഒരു ലീനിയർ ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആ ലീനിയർ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ വേറെ ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് ഇൻപുട്ട് വന്നു കഴിയുമ്പോൾ വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് പ്രെഡിക്ഷൻ. ഓക്കെ, ഇത് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ട്രെയിനിങ് ഡാറ്റ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ഒരേ റോ ഓഫ് ഡാറ്റ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ട്രെയിനിങ് ഡാറ്റയാണ്. ട്രെയിനിങ് ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്ത ക്ലാസിഫിക്കേഷൻ റൂൾസ് ഉണ്ടാകും. ഇനി എന്ത് ചെയ്യും, ഈ ക്ലാസിഫിക്കേഷൻ റൂൾസ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും, ടെസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ റൂൾസ് ചെയ്ത് എന്ത് ചെയ്യണം, പുതിയ ഡാറ്റേനെ നമ്മൾ തരംതിരിക്കാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ നോക്കും. അങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് റിസൾട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ പ്രഡിക്ഷനും അത് കാര്യങ്ങളാണ്. ഇനി ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ. ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്താണ് പറയുന്നത് ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ വരുന്നതാണ് പ്രിപ്പയറിംഗ് ഡാറ്റ ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ. അതിൻ്റെ അകത്തുള്ള എന്ത് കാര്യമാണ് അവിടെ വരുന്നത്, അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, അതൊരു ഇഷ്യൂ ആണ്. പ്രിപ്പയറിംഗ് ഡാറ്റ ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ അതൊരു ഇഷ്യൂ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ഡാറ്റ എടുത്തിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റില്ല. അതിന് മുന്നേ എന്നെ ചെയ്യണം, ആ ഡാറ്റേനെ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് പെട്ടെന്നൊരു എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. ആ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യമേ മെൻ്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. സോ അതിനുവേണ്ടി ഇവിടെ ഡാറ്റേനാണ് പ്രിപ്പയർ ചെയ്യണം. സോ ഡാറ്റ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയൊക്കെയാണ്, ഫോളോയിങ് പ്രീ പ്രോസസിങ് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രീ പ്രോസസിങ് സ്റ്റെപ്സ് ആണ് പറയുന്നത്, ഡാറ്റ ക്ലീനിങ്, റിലവൻസ് അനാലിസിസ്, ആ കാര്യങ്ങൾ, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റിഡക്ഷൻ. ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. ഇനി വരുന്നത് കമ്പയറിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊഡിക്ഷൻ മോഡൽസ്. അതിന് രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉപയോഗിച്ച്, ഏതൊക്കെ ക്രൈറ്റീരിയ ഉപയോഗിച്ചും, ഓർ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ്, അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ കമ്പയറിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊഡിക്ഷൻസ്, ഓർ ക്രൈറ്റീരിയ ഫോർ കമ്പയറിംഗ് പ്രൊഡിക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ മോഡൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് ആക്യുറസി, സ്പീഡ്, റോബസ്റ്റ്നെസ്, സ്കെയിലബിലിറ്റി ആൻഡ് ഇന്റർഓപ്പറേറ്റബിലിറ്റി ഓർ ഇന്റർപ്രെറ്റബിലിറ്റി. ഇന്റർഓപ്പറേറ്റബിലിറ്റി അല്ല, ഇന്റർപ്രെറ്റബിലിറ്റി. ഈ പറയുന്ന 5 കാര്യങ്ങളാണ് അവിടുത്തെ ക്രൈറ്റീരിയ. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഇനി അടുത്തത് എന്താ, നമ്മൾ ക്ലാസിഫിക്കേഷൻ തൽക്കാലം മാറ്റി വെച്ചിരിക്കാം ക്ലാസിഫിക്കേഷൻ മോഡൽസ്. അടുത്ത് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ബൈ ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ. അതായത് ഡിസിഷൻ ട്രീനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി അറിയാം, അതിൽ ഓരോ നോഡ് എന്ന് പറയുന്നത്, അതായത് ഇന്റർമീഡിയറ്റ് നോഡ്, റൂട്ട് ആൻഡ് ഇന്റർമീഡിയറ്റ് നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് എഡ്ജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിരിക്കും. ലീഫ് നോഡ് എന്ന് പറയുന്നത് ക്ലാസ് ആയിരിക്കും. അതായത് ഏസ് ആണോ നോയാണോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ ആണെങ്കിൽ അതെടുക്കണോ വേണോ, ഏസ് റൈറ്റ് ഓർ റോങ്. എന്നാൽ റൈറ്റ് റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വരുന്ന ഡാറ്റാസ് ഏതൊക്കെയാണ്, റൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നത്, റോങ്ങിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ആ പോയിന്റ് ചെയ്യുന്നത് അതിനാണ് ലീഫ് നോഡിലായിരിക്കും ക്ലാസ്സസ് വരിക. ബാക്കിയുള്ള നോട്ട്സിലായിരിക്കും ആട്രിബ്യൂട്ട്സ് വരിക. അതിൻ്റെ എഡ്ജസിൽ വരുന്നതായിരിക്കും എന്ത്, വാല്യൂസ്. അപ്പോൾ ആ ട്രീയുടെ അകത്ത് ഇൻഡക്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ട്രീയുടെ അകത്ത് അതിൻ്റെ അൽഗോരിതം വരുന്നുണ്ട്. പിന്നെ വാട്ട് യു മീൻ ബൈ പ്രൂണിങ് എന്ന് പറയുന്നത് എന്താണ്, ട്രീയുടെ അകത്ത് പ്രൂണിങ് എന്ന് പറയുന്നത് എന്താണ്. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ എന്താ, ചില കേസുകൾക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സബ് ട്രീനെ അവിടെ വെച്ച് നിർത്തി ആ സബ് ട്രീയുടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇനി എക്സ്പാൻഡ് ചെയ്ത് പോകാണ്ട് അവിടെ വെച്ച് ഒരു ക്ലാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് പ്രൂണിങ്. സോ അങ്ങനെ പറയുന്ന പ്രൂണിങ്ങിനാണ്, നോക്കിക്കേ, സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രീയുടെ സബ് ട്രീനെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. ഓക്കെ, അങ്ങനെ നമുക്കൊരു ക്ലാസ്സിലേക്ക്
ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ ഇവനി റിഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ട്രീയുടെ റിഡക്ഷൻ എന്ന് പറയുന്നത് ട്രീയുടെ പ്രൂണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത് വരുന്നതാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ്. അതായത് ആട്രിബ്യൂട്ടിനെ സെലക്ട് ചെയ്യേണ്ട അതായത് ഈ ആട്രിബ്യൂട്ടിനാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് ഏതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഡേറ്റ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏജ് ഉണ്ടാവും, അവിടെ ജെൻഡർ ഉണ്ടാവും, ചിലപ്പോൾ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാവും, പിന്നെന്താ, അങ്ങനെ പല ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഏത് ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഫാക്ടർ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട ഏതാണ് ആട്രിബ്യൂട്ട് എന്ന് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയനെ കണ്ടുപിടിക്കുന്നതാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ്. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് നമുക്കുള്ളത് ഫസ്റ്റ് വണ്ണാണ് ഇൻഫോർമേഷൻ ഗെയിൻ. നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത കാര്യമാണ് ക്ലാസ്സിൽ. ഇൻഫോർമേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ഐ ഇൻഫോ ഓഫ് ഡി. അതിൽ ഇൻഫോർമേഷൻ ഗെയിൻ വെച്ച് ചെയ്യുന്ന കാര്യമാണ് ID3 അല്ലേ. ഇൻഫോർമേഷൻ ഗെയിൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ട്രീനെയാണ് ID3 മെത്തേഡ് അല്ലെങ്കിൽ ID3 എന്ന് പറയുന്നത്. അത് ഇൻഫോർമേഷൻ ഗെയിൻ വെച്ചിട്ടാണ് ID3 ചെയ്യുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്ത് വരുന്നത് വേറൊരു കാര്യം വരുന്നത് ഗെയിൻ റേഷ്യോ. ഗെയിൻ റേഷ്യോ മെയിൻലി ഏതിലാണ് ഉപയോഗിക്കുന്നത്? ഗെയിൻ റേഷ്യോ യൂസ് ചെയ്യുന്നത് C4.5 അതായത് കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആണ്. അതായത് കുറച്ചുകൂടിയും എന്നാ പറയുന്നത്, ആട്രിബ്യൂട്ടിൻ്റെ സെലക്ഷന് കുറച്ചുകൂടി, അതായത് ഇപ്പോൾ ഇഷ്ടം പോലെ റോ ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് വയ്ക്കാം, ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് ഈ ആട്രിബ്യൂട്ട് സെലക്ഷന് വേണ്ടി ഏത് ഉപയോഗിക്കും, ഗെയിൻ റേഷ്യോ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് C4.5. ഓക്കെ, ഇതാണ് രണ്ടും നമ്മുടെ വ്യത്യാസം. മറ്റേത് ഇൻഫർമേഷൻ ഗെയിൻ വരുന്നത് ID3 ഗെയിൻ റേഷ്യോ വരുന്നത് C4.5 ആണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് മറ്റേ ടെസ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്, അതിനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ രണ്ടും നമ്മുടെ ഡിഫറൻസും കാര്യങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് തന്നെ. ഓക്കെ, ഇനി ഇത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, അതിൻ്റെ മറ്റേ വാല്യൂസും കാര്യങ്ങളും. ഇത് കമ്പയറിങ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ്. ഇത് കമ്പയറിങ് അല്ല, ഇത് നമ്മളായ പറഞ്ഞ കേസ്, ഇഷ്യൂസ് ഇൻ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം. എൻ്റെ ആ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്യൂസ് ഇൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 77, പേജ് നമ്പർ 77 കാണിച്ചത്. പേജ് നമ്പർ 77. ഇഷ്യൂസ് ഇൻ ക്ലാസിഫിക്കേഷൻ നേരത്തെ നമ്മൾ നോട്ടിൽ പറയാറുണ്ട്, നോട്ടിൽ ഇതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇഷ്യൂസ് ഇൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ഡാറ്റ, അതൊരു ഇഷ്യൂ ആണ്. പിന്നെന്താ, മെഷറിങ് പെർഫോമൻസ്, ഇതൊക്കെ ഇഷ്യൂസാണ്. ഇഷ്യൂസ് ഇൻ ക്ലാസിഫിക്കേഷൻ മിസ്സിംഗ് ഡാറ്റ വരാം. പിന്നെ എന്താ വരാം, മിസ്സിംഗ് ആയിട്ടുള്ളത് ഇഗ്നോർഡ് മിസ്സിംഗ് ഡാറ്റ ആവാം. ഇതാണ് എങ്ങനെയാണ് മിസ്സിംഗ് ഡാറ്റേനെ എങ്ങനെയൊക്കെ ചെയ്യാം, മിസ്സിംഗ് ഡാറ്റേനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇത് മുന്നോട്ടുള്ള. ഇനി അടുത്തത് മെഷറിങ് പെർഫോമൻസ്. മെഷറിങ്ങിൻ്റെ പെർഫോമൻസ് എങ്ങനെ ചെയ്യാം, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാം, അതിൻ്റെ ടൂൾസ് ഏതൊക്കെയാണെന്ന് ഉള്ളത് കേട്ടോ. ഫാൾസ് പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ്, അങ്ങനത്തെ കാര്യങ്ങൾ. മെഷറിങ് പെർഫോമൻസ് ഇത് പഠിച്ചേക്കാം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആട്ടോ. മെഷറിങ് പെർഫോമൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് റിഗ്രഷൻ നമ്മളെ മറ്റേ എന്നാ പറയണേ, സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ആകുമ്പോൾ റിഗ്രഷൻ എന്ന് പറയുന്നത് മറ്റേ ഇതിൽ വരുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസിനെ ഇത് ചെയ്യുന്നതാണ് റിഗ്രഷൻ. മറ്റത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാ, ക്ലാസിഫിക്കേഷൻ വരുന്നത് മറ്റേ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. അതിൻ്റെ റിഗ്രഷൻ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ഇത് നോക്കണം കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കാണ്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇനി അടുത്ത പറയുന്നത് ബയസിങ് ക്ലാസിഫയർ. എന്താണ് ബയസിങ് ക്ലാസിഫയർ എന്ന് പറയുന്നത്? ബയസിങ് റൂൾസ് വെച്ച് ചെയ്തു പോകുന്നത്, അതായത് പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ട്, പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് സം വാല്യൂസ് ഡിപ്പെൻഡിങ് ഓൺ സം വാല്യൂ, അതാണ് പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ്. അതായത് കണ്ടീഷൻ പ്രോബബിലിറ്റി വെച്ച് ചെയ്യുന്നതാണ് ബയസിങ് ക്ലാസിഫിക്കേഷൻ. അതായത് പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് ആൻ ആട്രിബ്യൂട്ട് എ വിത്ത് റെസ്പെക്ട് ടു ആട്രിബ്യൂട്ട് ബി. ചിലപ്പോൾ ബി ഉണ്ടാവുകയാണെങ്കിൽ എ ഉണ്ടാകാനുള്ള ചാൻസ് എത്രയാണ്, അങ്ങനെ പറയുന്നതാണ്
ബേസിയൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിയൻ ക്ലാസിഫിക്കേഷൻ്റെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കിയേക്കുക. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് ആണ്. എക്സാമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇത് നോക്കിയേക്കുക, ഇതിൻ്റെ ബേസിയൻ ക്ലാസിഫിക്കേഷൻ്റെ നോക്കിയേക്കുക. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തും ബേസിയൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസിയൻ ക്ലാസിഫയർ, ബേസിയൻ തിയറം എന്താണ്, ബേസിയൻ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ബേസിയൻ തിയറത്തിൻ്റെ അകത്ത് ഇക്വേഷൻ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എച്ച് ബാർ എക്സ് ഈസ് ഇക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ എച്ച് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എച്ച് ബാർ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ താഴെ ഇട്ടിട്ട് പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് എക്സ്, അതിൻ്റെ മുകളിൽ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് എച്ച് ഇൻറ്റു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് എക്സ് ബാർ എച്ച്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എച്ച് ഗിവൺ എക്സ് കിട്ടുന്നത് കേട്ടോ. അത് ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം നമ്മൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തതാണ് കേട്ടോ ക്ലാസ്സിൽ. ശ്രദ്ധിച്ചേക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, സിലബസ് ഒന്ന് നോക്കിയേക്കുക. ക്ലാസിഫിക്കേഷൻ മോഡൽസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിഫിക്കേഷൻ എന്താണ്, പ്രൊഡിക്ഷൻ എന്താണ്, ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊഡിക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ നോക്കിയേക്കുക, അത് രണ്ടും വരാം. പിന്നെ ഡിസിഷൻ ട്രീയുടെ അകത്ത് ID3 എന്താണ്, C4.5 എന്താണ്, നെയ്വ് ബൈസിയൻ ക്ലാസിഫയർ. എന്നിട്ട് മറ്റേ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഡിസിഷൻ ട്രീ ബേസ്ഡ് അൽഗോരിതംസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ID3 നമ്മളുണ്ട്. ഇത് ഒന്ന് നോക്കിയേക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീയുടെ അകത്ത് ഓർഡർ ഓഫ് സ്പ്ലിറ്റിംഗ് ആട്രിബ്യൂട്ട്, പിന്നെ സ്പ്ലിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ചൂസിങ് സ്പ്ലിറ്റ് ആട്രിബ്യൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ട്രീയുടെ സ്ട്രക്ചർ, സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ, എപ്പോഴാണ് ഈ സ്പ്ലിറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത്, പിന്നെ ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ആ മറ്റേ ഡിസിഷൻ ട്രീയുടെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് മസ്റ്റായിട്ട് നോക്കിയേക്കുക, എന്നാലും നിങ്ങൾക്കത് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത് വരുന്ന ID3 ആണ്. ID3 ടെക്നിക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ID3 ടെക്നിക്കിൻ്റെ അകത്ത് നമ്മൾ കണ്ടോ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതാണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ഇൻഫർമേഷൻ ഗെയിൻ അല്ലേ, അതിന് പറയുന്നതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത് കേട്ടോ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ C4.5 C4.5ൻ്റെ അകത്ത് ഇൻഡസ്ട്രി ചേർത്ത് ഇംപ്രൂവ്സ് ID3 ഇൻ ദ ഫോളോയിങ് വേ. അപ്പോൾ ഏതൊക്കെ കാര്യത്തിന് ID3നെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല. മിസ്സിംഗ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ, പ്രൂണിങ്, ഇതൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നും എടുത്ത് അവിടെ റൂൾസ് എന്താണ്, സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഗെയിൻ റേഷ്യോ ഇവിടെ യൂസ് ചെയ്യണേ, മറ്റുള്ളത് ഇൻഫർമേഷൻ ചെയ്യാനാണ് ഗെയിൻ റേഷ്യോ. ഇതാണ് ഇതിനുള്ള വ്യത്യാസം. അപ്പോൾ ഇതും കൂടി എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം. മറ്റേത് മാത്രം നോട്ട് മാത്രം വായിച്ചിട്ട് കാര്യമില്ല, ടെസ്റ്റ് കൂടി വായിച്ചു നോക്കുക. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ മോഡൽസ്, ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രൊഡിക്ഷൻ, ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊഡിക്ഷൻ, ഡിസിഷൻ ട്രീ, അതിൻ്റെ ID3, C4.5, പിന്നെ ബയസ് ക്ലാസിഫയർ. അപ്പോൾ നാളത്തേക്ക് പഠിക്കാം. നാളെ ഇതെന്റെയാണ് ടെസ്റ്റ് പേപ്പർ ഉള്ളത്. ഓക്കെ, താങ്ക് യു.